വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആരാണ് വലിയവൻ? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചെറുതാകാനാകുന്നതിലൂടെയാണ് വലുതാകാനാകുക എന്നതിന് യേശു നൽകുന്ന ഭാഷ്യം. സാധാരണ മനുഷ്യരുടെ ഇടയിൽ സാമാന്യം കണ്ടുവരുന്നതും എന്നാൽ മാനുഷിക ബലഹീനത വെളിവാക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള തർക്കം ഒരിക്കൽ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായി. തർക്ക വിഷയം അവരിൽ വലിയവൻ ആര് എന്നുള്ളതായിരുന്നു. അവർ അതേപറ്റി തർക്കിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ ഉള്ളിലുള്ള വിചാരങ്ങളും അവരുടെ മാനസിക ചേതനകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു അതിന് ഉത്തരമെന്ന നിലയിൽ അവരോടായിട്ട് സംസാരിക്കുന്നു. മക്കളെ, നിങ്ങൾ തർക്കിക്കുന്ന വിഷയം നിങ്ങളിൽ വലിയവൻ ആര് എന്നുള്ളതാണ്. എന്നാൽ സത്യത്തിൽ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാകാൻ ആർക്ക് സാധിക്കുന്നുവോ ആ വ്യക്തിയാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. യേശുവിന്റെ ഈ കാഴ്ചപ്പാട് അവർക്ക് അന്ന് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്നതാണ് പിന്നീട് നാം മനസ്സിലാക്കുന്നത്. അവർക്ക് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി യേശു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ശിശുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. ആർക്കെങ്കിലും ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകാൻ സാധിക്കുന്നു എന്നുവരികിൽ തീർച്ചയായിട്ടും ആ ചെറുപ്പത്തിലെ വലിപ്പമാണ് മഹത്വം. ശിശുക്കളെ പോലെ ചെറുതാകുക എന്ന് പറഞ്ഞാൽ വലിയ തലക്കനങ്ങളും സ്വാർത്ഥചിന്തകളും ഇല്ലാതെ സ്വതന്ത്രമായ രീതിയിൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ തുറന്ന ഹൃദയത്തോടുകൂടി പെരുമാറാൻ സാധിക്കുക. വൈരാഗ്യ ബുദ്ധിയോ കാലുഷ്യോ കാപട്യമോ ഇല്ലാതെ പെരുമാറാൻ സാധിക്കുക. ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്ന അവസരത്തിനനുസരിച്ച് തുറന്ന മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ ഇടവരുമ്പോൾ അതുവഴി നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ശുശ്രൂഷയായിട്ട് പരിഗണിക്കപ്പെടും. ആ ശുശ്രൂഷയിൽ കൂടിയാണ് നിങ്ങളുടെ വലിപ്പം തെളിയിക്കേണ്ടത്. ആധികാരികത തെളിയിക്കേണ്ടത് അധികാരത്തിന്റെ ആധിപത്യം കൊണ്ട് എന്നതിനേക്കാൾ ശുശ്രൂഷ മനോഭാവത്തിൽ കൂടെ നേടിയെടുക്കേണ്ട അധികാരമാണ് ആധികാരികമാകുള്ളൂ എന്ന ആശയം യേശു അവർക്കായിട്ട് നൽകുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് ഇതിനെ നമുക്ക് കരുതാം.